السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين. أما بعد. എൻ്റെ മുന്നിലിരിക്കുന്ന ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, മനുഷ്യനെ നിർവചിക്കുന്ന സൂഫി ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് അധികരണം നടത്തി സംസാരിക്കുമ്പോൾ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ഇയ്യാക നഅ്ബുദു എന്നാൽ നിന്നെയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല എന്നതാണ്. ഇതുതന്നെയാണ് ഒരു സൂഫിയുടെ ജീവിതം. സൂഫിയാക്കൾ എന്നത് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നതായ രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതായത് സൂഫി എന്ന പദത്തിന്റെ അർത്ഥത്തെ നാം വ്യാഖ്യാനിക്കുമ്പോൾ രോമവസ്ത്രം ധരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, രോമവസ്ത്രം ധരിക്കുന്നവർ ഏറ്റവും ലാളിത്യപൂർണമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ സൂഫിയാക്കൾ എന്നത് ജീവിതത്തിൽ ഏറ്റവും താഴ്മയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അതിരറ്റ് സ്നേഹിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിരറ്റ് സ്നേഹിക്കുക എന്നാൽ അവരുടെ ചിന്തയിലും അവരുടെ ജീവിതത്തിലും അവരുടെ നടത്തങ്ങളിലും ഇരുത്തങ്ങളിലും ഉറങ്ങുന്നതും ഉണരുന്നതും കഴിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ ആരാധനാ കർമ്മങ്ങളായാണ് അവർ കാണുന്നത്. അള്ളാഹുവിന്റെ അടിമകളായ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ, അതേത് മനുഷ്യരാവട്ടെ, ഏറ്റവും താഴ്ന്നവരാകട്ടെ, വലിയവരാവട്ടെ, ചെറിയവരാവട്ടെ, അങ്ങനെ സമൂഹത്തിൽ എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും പരിഗണിക്കും. കാരണം അവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. താൻ സ്നേഹിക്കുന്ന തന്റെ പ്രേമഭാജനമായ റബ്ബിന്റെ അടിമകളെ അതിരറ്റ് സ്നേഹിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. നിസ്കാരങ്ങളും മറ്റ് ഔറാദുകളുമായി അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത്. അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മോശമായ മനുഷ്യ ചാപല്യങ്ങളായ വൈകാരികമായ ലൈംഗികമായ ഒരുവിധ ചിന്താഗതികളെയും അവർ മുന്നോട്ട് വെക്കുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും ആരാധനയും നല്ല ചിന്തകളും നല്ല സൽക്കർമ്മങ്ങളും നല്ല പ്രവൃത്തികളും മാത്രമാണ്. അതിനൊരു ഉദാഹരണമാണ് ഗരീബ് നവാസ്. ഗരീബ് നവാസ് എന്നാൽ ദരിദ്രരുടെ അശരണരുടെ താങ്ങായി തണലായി ഇന്ത്യയുടെ ഡൽഹിയുടെ ഭാഗത്ത് ജീവിച്ച ഒരു വ്യക്തിയാണല്ലോ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ. അവർ മതത്തെ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ അവരുടെ ജീവിതത്തിലൂടെ തൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക്, തൻ്റെ ചുറ്റുപാടിലുമുള്ള അശരണരായ ജീവജാലങ്ങൾക്ക് എല്ലാം നല്ല രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നാം വിചാരിക്കും, മനുഷ്യർക്ക് മാത്രമാണോ സൂഫികൾ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അല്ല, മറിച്ച് അവർ എല്ലാ ജീവിജാലങ്ങളോടും, ഭൂമിയിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളായ എല്ലാ ജീവജാലങ്ങളോടും അവർ നല്ല രീതിയിലാണ് വർത്തിക്കുന്നത്. അതുപോലെ തന്നെ അവർ അല്ലാഹുവിനെ അതിരറ്റു സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളമാണ് അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അതായത് ഒരു സൂഫി പണ്ഡിതൻ, ഒരു സൂഫി തൻ്റെ വീട്ടിലേക്ക് മറ്റൊരു സൂഫിയെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ഈ സൂഫിയുടെ വീട്ടിൽ ചെല്ലുന്ന നേരത്ത് അവിടെ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സിംഹം കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് തന്നോട് സൂഫി ആ സിംഹത്തോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ആ അതിഥിയെ ഭയപ്പെടുത്താൻ വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരു മനുഷ്യനെയോ ഒരു ജീവിയോടോ അവർക്ക് ഭയമില്ലെങ്കിലും അതിരറ്റ സ്നേഹമാണ് അവർ ചെയ്യുന്നത്. അവർ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് ശത്രുതയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേദനിക്കുന്നതായ ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. അത്തരത്തിലുള്ള സൂഫി പണ്ഡിതനാണ് നാം ഈ അടുത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ വായിക്കപ്പെട്ട എ പി ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യ വ്യക്തി.
നിമിഷപ്രിയയുടെ വിഷയത്തിൽ മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ആ മനുഷ്യ സ്നേഹിക്ക് വേണ്ടി ചെയ്തു തീർക്കുന്നു. അത്തരത്തിൽ സൂഫിയാക്കൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ മനസ്സുകളിൽ നല്ല രീതിയിൽ ഇടം പിടിക്കുകയും അതോടുകൂടെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന ഏറ്റവും വലിയ അർത്ഥവത്തായ അയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്ന ആ അർത്ഥത്തെ മനസ്സോട് നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരാണ് സൂഫിയാക്കൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.